മഴ വരുന്നേ. റോഡിലെ കല്ലെല്ലാം ഒരാൾ ഇളക്കും. ഇതിലേ പോവാ. ഇല്ല ഇല്ല, അമ്മച്ചൊന്നും വന്നില്ലല്ലോ. വരാന്ന് അനോജിന് കയറി വരാന്ന് പറഞ്ഞു. മുത്തേ കൊലുസ് മേളിലിട്, ആ വള്ളിയുടെ മേളിലിട് കൊലുസ്. പുറകില് പൊട്ടിപ്പോവല്ലേ അങ്ങോട്ട്. ഞാക്ക് കാണക്കടല്ലേ? ആ കിണറ്റിൽ വെള്ളം വീണ് വെച്ചോ. ഞാൻ മിനിഞ്ഞാന്ന് രാത്രിയില്ല, വൈകിട്ടാ വന്നെ. കിണറ്റിൽ ഉറവ വീഴുന്ന ശബ്ദമാണോ കേൾക്കുന്നേ? വെള്ളപ്പൊറത്തൊന്നും വെള്ളം കണ്ടില്ല കേട്ടോ. എല്ലാവരും അല്ലാണ്ട് വന്നില്ല എല്ലാ വെള്ളം അല്ലേ? കഴിഞ്ഞ പറയുന്നത് ശരിക്കും പറ്റി പൈസ കൊടുത്ത് വാങ്ങിക്കുവായിരുന്നു വെള്ളം. അന്നേരം പിന്നെ കഴിഞ്ഞ് പറഞ്ഞ ഉറവയാ വീഴുന്ന ശബ്ദം. മണ്ടയ്ക്കൊന്ന് പൈപ്പ് ടാങ്കിനകത്ത് ഒഴിച്ചിട്ട് ടാങ്കിൽ നിന്ന് കേട്ടിട്ടോ. അങ്ങനെ 2-3 വർഷം കിട്ടാമെങ്കിൽ പിന്നെ പറ്റിയല്ലെന്നൊക്കെയാ. ഈ വർഷം ഈയുടെ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. റീചാർജ് ചെയ്താല് പിന്നെ 2-3 വർഷം കൊണ്ട് പിന്നെ നമുക്ക് പറ്റത്തില്ല. വെള്ളം അവിടെ തന്നെ കിടക്കില്ല, എവിടെ പോകുന്നില്ല. ഇത്രയും വെള്ളം തങ്ങുമ്പോഴേ ഉറവ് തെളിയുന്ന ഇച്ചിരി കുറവായെന്നാ തോന്നുന്നേ. പേര് തിന്നാണ്ടെല്ലാം പറഞ്ഞ വലിയ കാര്യമൊന്നും ഭയങ്കരമായിട്ട് ഉറവായിരുന്നു. പകുതി കിണത്തിന് താഴോട്ട് വെള്ളം വീഴുമായിരുന്നു. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എന്നാലും വെള്ളം കളന്നിട്ടുണ്ട് ശാഖല. ഞങ്ങൾ വന്നിട്ട് ഇനി ഉറവയാണോ എന്താണോ ആർക്കൊക്കെ ഉണ്ടോ. പിന്നെ അടുത്ത ദിവസം പിന്നെ ഒന്നുകൂടെ എത്ര രൂപ ഉണ്ടോ. ഇത് പിന്നെ ഇച്ചിരിയുടെ പണിയാന്ന് പറഞ്ഞ് പണിക്കാരനെ വിളിച്ചു. തിങ്കളാഴ്ച വരാമെന്ന് പറഞ്ഞപ്പോ ഞായറാഴ്ച വന്നോ മഴ പെയ്തു. കുറെ പെയ്ത്തുന്നില്ലായി. അന്നേരം സജോ പറഞ്ഞു വരണ്ട, അത്രയും ഈ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോ അത്രയും വെള്ളം പെയ്ത്തില്ല. അതിന് കിട്ടിയപ്പോ വാഴ കണ്ടിയിൽ പോയി പോരി. പിള്ളേ മക്കളുണ്ട് ജനിച്ച് പോയിരിക്കുക വീട്ടില്. അതങ്ങനെ മോളെ സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കരഞ്ഞോണ്ട് പോയിട്ടുണ്ട്. അമ്മയുടെ പാല് ഞാൻ പറഞ്ഞു ഞാൻ പുറകെ വരാം. അല്ലെങ്കിൽ വലിയ ക്ലാസ് 3 പേരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ അവൻ അവിടെ ഈ വർഷം അതുകൊണ്ടാണ് വിൻസി പോയിരിക്കുന്നത്. അവനെ ഈ വർഷം അവിടെ ചേർത്ത്. അവന് വിൻസിക്കും അവൻ്റെ കൂടെ നിൽക്കണം പറഞ്ഞ അവളും പോയിരിക്കും. വലിയ മോളെത്തല്ലോ 9 കൊച്ചിനെ കൊണ്ട് LKG. എന്നാലും പോകുമ്പോൾ വിഷമാവില്ല. ടീച്ചറ് വഴക്ക് പറയുമോ ഇങ്ങനെയാ പരാതികളാ. എങ്ങനെ തയ്ച്ചാൻ കൊണ്ടുപോകും? അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പോയിട്ട് അവർക്ക് അറിയത്തില്ല, റെസ്പെക്ട് അറിയത്തില്ല. ഞങ്ങളുടെ എന്റെയൊക്കെ സ്വഭാവം നിന്റെ സ്വഭാവമല്ല, അവർക്ക് അവളെ റെസ്പെക്ട് ആരും പഠിക്കില്ല. എന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാൻ ഏതൊരു മനുഷ്യനാണ് നമ്മൾ വർത്തമാനം പറയാൻ പോയിട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ചോദിക്കാൻ എന്തിനാ അവിടെ നിൽക്കുന്നത്, ഇവർക്ക് ഇവിടെ വന്നിട്ട് അമ്മൂടെ വീട്ടിൽ പോകണമെന്ന്. അമ്മൂക്കുമായിട്ട് കളിക്കും ഒന്നുമില്ലാത്ത ഇതേപോലെ നിങ്ങൾ ആരെ കാണുന്ന ഇവരെ അവിടെ താഴെ കൊടുക്കാൻ ഓട്ടോയ്ക്കാണ് പോകാനുണ്ട്. ഫോട്ടോ കുഴപ്പമില്ല. അകത്ത് പുറത്തേ എടുക്കും എല്ലാവരും നോക്കി പോയി.
തെന്നും കേട്ടോ തൂങ്ങിയെടുക്കുന്നു. ഈ എവിടേക്ക് മഴ ഇതിങ്ങനെ വിറ്റത് അത് അതിനകത്തിട്ട് കുത്ത് ആ ബാഗിനകത്തിട്ട് അത് ആണി വേണം കുത്ത്. അവന്റെ സ്വഭാവം ഭയങ്കര സ്വഭാവം. മഴ പെയ്യാണ് ഇത് അവനെ കണ്ട പഴക്കൊരു അവൻ അങ്ങനത്തെ വീഴ്ചയുടെ പണിയാണ് കാണിച്ചത്. പറഞ്ഞിട്ട് കാര്യം ഒരു പൈസ ചിലവാക്കി. ഭയങ്കര മഴ. നമ്മുടെ ജനവിധി കഴിയോ? സമയം പോലെ ഒരു കാര്യം, നിങ്ങൾ അങ്ങോട്ട് കയറാൻ പറ്റുമോ? നിങ്ങൾ അവിടെ പോയി ഒറ്റയോടെ പറ്റുമോ? അങ്ങോട്ട് അങ്ങനെ കാണുമല്ലോ, അന്നേരം തരും. ചെല്ലേ സൂപ്പർ ഡ്യൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ മഴ. ആരാണ്ട് കഴിഞ്ഞു ഓഫാകട്ടെ.
ചോദിച്ചാൽ മറുപടി പറയാം. മിണ്ടായിട്ട് അടി ഒറ്റ അടിക്കത്തു. അങ്ങനെയല്ല നീ പറയണ ഞാൻ സതീഷിന്റെ മോളാന്ന് പറയണം അത്. അങ്ങനെ പറയാവൂ കേട്ടോ. എടി നീ അമ്മയുടെ മോള് തന്നെയാ, പക്ഷെ പറയുമ്പോ സതീഷിന്റെ മോളെന്ന് പറയണം. പിന്നെ പറയണം ഞാൻ മഞ്ജുവിന്റെ, മനസ്സിലായാലും പറയണം മഞ്ജുവിന്റെ മോളാന്ന് പറയണം കേട്ടോ. ആ ഇത് പറഞ്ഞേക്ക്, അമ്മച്ചി പറഞ്ഞേക്ക്. ആ അങ്ങനെ വേണം പറയാം. അങ്ങോട്ട് അതിനെ കൂടെ പോകും.